NK സുധീർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ NK സുധീർ, അന്ന് അങ്ങായിരുന്നല്ലോ DMK-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്. അൻവറിന്റെ പിന്തുണയോടുകൂടി അങ്ങുൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തി ഈ ആളുകൾക്കുൾപ്പെടെ വാഗ്ദാനം നൽകിയിരുന്നതല്ലേ? പിന്നീട് എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് വാഗ്ദാനം പാലിക്കാൻ അങ്ങേക്ക് കഴിയാതെ പോയത്? ഇല്ല, ഞാൻ ഒരു വാഗ്ദാനം ആർക്കും നൽകിയിട്ടില്ല. ഞാൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു അവിടെ. ഇപ്പൊ 1000 വീടൊന്നും പണിത് കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല സത്യത്തിൽ. പക്ഷേ അതങ്ങനെ അൻവർ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വീട് രണ്ടാമത് പണിയാൻ വേണ്ടി അദ്ദേഹം വേറൊരു ഏജൻസിനെ ഏൽപ്പിച്ചിരുന്നു. അതെനിക്കറിയാം. ഒരു പട്ടാമ്പിയിലുള്ള ഒരു റഷീദ് എന്ന് പറഞ്ഞ ആളിനെ ഏൽപ്പിച്ചിരുന്നു ഇത് പണിത് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയില്ല, എനിക്കറിയില്ല എന്താ സംഭവിച്ചിരുന്നു. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് പണിത് കൊടുക്കാൻ വേണ്ടി. പിന്നെ വീട് പൊളിച്ചു കളയുന്നത് പറയുന്നതും ശരിയല്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ വീടിന്റെ പണി തുടങ്ങിയത് തന്നെ. അതിൽ കുറെ വീടിന്റെ ഏകദേശം ഒരു 70-80% പണി പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കംപ്ലീഷൻ എന്തൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ശ്രീ NK സുധീർ, ഞങ്ങളിപ്പോൾ പല ആളുകളുടെയും ഒന്നിലധികം പല ആളുകളുടെയും പ്രതികരണങ്ങളും ദൃശ്യങ്ങളും സഹിതമാണ് വാർത്ത നൽകിയിട്ടുള്ളത്. അവരിൽ പലരും നേരിട്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത് അൻവറിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്ന കയറിക്കിടക്കാൻ സാധിക്കുമായിരുന്ന വീട് ഉൾപ്പെടെ മാറ്റിയിട്ടാണ് അവിടെ പുതിയ വീടിന് നിർമ്മാണം ആരംഭിച്ചത്. അതാണ് മുടങ്ങിപ്പോയത്. അൻവറിനെ ബന്ധപ്പെടുമ്പോൾ ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ഇന്റൻഷനോടുകൂടി തന്നെ ആയിരിക്കും അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് നന്നായിട്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്തായിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അത് കൊടുക്കും, ഈ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും. ഇല്ല, അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ ഇൻ പേഴ്സൺ എന്ന് പറയുകയാണല്ലോ. 12 വീടിന്റെ പണിയൊന്ന് ഭാഗികമായി ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് കംപ്ലീഷന് വേണ്ടി കുറച്ചുകൂടി സമയം എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭാഗികമായി പണിതു എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി വെച്ചതായിട്ടാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സ്ട്രക്ചറല്ല, കുറെ ഒരു പിന്നെ അവിടെ ചേലക്കര അടുത്തുള്ള ഒരു സ്ഥലത്ത് വീടിന്റെ പണി ഏകദേശം ഒരു 80% തീർന്നിട്ടുണ്ട്. ശ്രീ NK സുധീർ, താങ്കൾ ഇപ്പോൾ ഞങ്ങളുടെ ടെലിവിഷൻ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കാണിക്കുന്നുണ്ട് എത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ശ്രീ NK സുധീർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങേക്ക് ഈ കാര്യവുമായി അൻവറുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് പൂർത്തിയാക്കാനാകുമായിരുന്നില്ലേ? ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്ര നാളായി? ഇല്ല, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു തിരക്കാരണമാണ് ഈ ചെയ്തു വെച്ച വർക്ക് അല്ല അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പല പ്രാവശ്യം പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീ സുധീർ, താങ്കളുടെ കൂടി മുഖം വെച്ചുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ താങ്കളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നത്. അപ്പോൾ താങ്കൾക്കും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ? അതിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ലല്ലോ. ഉത്തരവാദിത്വമൊന്നുമില്ല, എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുമില്ല. എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ അല്ല, ഞാനൊന്ന് ഒഴിഞ്ഞു മാറുന്നതല്ല. പക്ഷേ 10-12 വീടിന് പണി ഭാഗികമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പിന്നെ ഈ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. അങ്ങനെ കുറെ തിരക്കായി പോയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിലേ വന്നത്. അത് അദ്ദേഹം മിക്കവാറും റെക്ടിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അൻവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു 10-12 വീടിന്റെ പണി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 12 വീട് എവിടെ? അവിടെ ചേലക്കര തന്നെ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, അവിടെ ഇല്ല. ഉണ്ട് 10-12 വീടിന്റെ പണി തുടങ്ങിയതായിട്ട് എനിക്കറിയാം. അല്ല, അത് ഞാൻ പറയുന്നത് സ്ട്രക്ചർ മാത്രമല്ല, ചിലപ്പോൾ അടുത്ത കല്ല് കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബേസ്മെന്റ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഈ 12 വീടുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുമോ ശ്രീ NK സുധീർ? ഞാനിനി അതിലേക്കൊന്നും ഇല്ല. ഞാൻ പാർട്ടി തന്നെ മാറി. ഞാനിപ്പോ BJP-യിലാണ് നിൽക്കുന്നത്. അല്ല, പക്ഷെ താങ്കളൊരു പൊതുപ്രവർത്തകനാണല്ലോ. താങ്കൾ ഇന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് വന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. അപ്പോൾ താങ്കൾ ഏത് പാർട്ടിയിൽ പോയാലും താങ്കളുടെ മുഖം വെച്ചിട്ടാണല്ലോ അവിടെ പ്രചാരണം നടത്തിയിരുന്നത്. അപ്പോൾ താങ്കൾക്കൊരു ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അൻവർ പറഞ്ഞത് അദ്ദേഹത്തിനോടല്ലേ ചോദിക്കണ്ടേ? അത് മിക്കവാറും ഈ ഷുഡ് ആസ്ക് അൻവർ. അദ്ദേഹം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പറയുകയും ചെയ്യും. അദ്ദേഹം ഒരു റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞു മാറാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തിരക്കായിരുന്നില്ലേ, അയാൾ തെരഞ്ഞെടുപ്പിന്റെ ഇതിലായിരുന്നില്ലേ, പുള്ളി ബൈ ഇലക്ഷന് മത്സരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഡിലേ വന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചേലക്കര നടന്ന എത്ര നാളുകൾക്ക് ശേഷമാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇതിപ്പോ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ ഒരു ടൈം സമയക്രമം എടുക്കൂലേ, കുറച്ച് ഡിലേ വരുമെന്ന്. അത് കാര്യമൊന്നുമില്ല. നിങ്ങൾ യു ഷുഡ് കോൺടാക്ട് അൻവറോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് എന്റെ ഇത് മറുപടി പറയും. അല്ല, അൻവറിനോട് ഞങ്ങളുടെ പ്രതിനിധി ശാന്തകുമാർ വെള്ളാലത്ത് സംസാരിച്ചപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്.
അപ്പൊ അദ്ദേഹം അല്ലേ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ പ്രതികരണം കിട്ടേണ്ടത്. അദ്ദേഹം തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നത്. താങ്കൾക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാനൊരു ഓഫറും ആർക്കും കൊടുത്തിട്ടില്ല. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. താങ്കൾ അന്ന് ഇത്തരം ഓഫർ വെക്കുന്ന സമയത്ത് ഇത് നടക്കൂല എന്ന് താങ്കൾക്കൊരു ബോധ്യമുണ്ടായിരുന്നു? ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ താങ്കളോട് കൂടി ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, താങ്കളാണല്ലോ അവിടുത്തെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്നോടൊന്നും അങ്ങനെ ഒരു വലിയ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുള്ളി ഇലക്ഷന്റെ ഇതിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണത്. അപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാനിപ്പോഴും പറയുന്നത് ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം മാറില്ല. അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം അതിന് മറുപടി പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എൻ കെ സുധീർ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന് സമയത്ത് പല കാര്യങ്ങളും പറയും. പക്ഷേ ഇത് വിശ്വസിച്ച് ചെയ്ത ജനം അവർ മണ്ടരാക്കപ്പെട്ടു, അല്ലെങ്കിൽ മണ്ടന്മാരാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. അതൊക്കെ ശരിയാണെന്നേ. ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഈ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രദേശത്ത് എത്ര വോട്ടാണ് അവിടെ എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾ അതുകൂടി നിങ്ങളൊരു എൻക്വയറി നടത്തണം. മനസ്സിലായില്ലേ? 2 or 3 വോട്ട് പോലും കിട്ടാത്ത ഒരു പ്രദേശങ്ങളാണ് പല വീട് കൊടുത്ത പ്രദേശവും. അപ്പൊ അവരുടെ ഇന്റൻഷൻ മനസ്സിലായില്ലേ? ശ്രീ എൻ കെ സുധീർ, താങ്കൾ പറയുന്നത് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ വീട് പൂർത്തിയാക്കാത്തത് എന്നല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ മാനസികമായിട്ട് അയാൾക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മള് ഒരു നല്ല ഇന്റൻഷനിൽ ഒരു കാര്യം ചെയ്യുമ്പോ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് വേണ്ടേ? അങ്ങനെയല്ലേ അതിന്റെ കാര്യങ്ങള്? ശ്രീ എൻ കെ സുധീർ, താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണല്ലോ. ഇപ്പോൾ BJP-യിൽ പോയി എന്ന താങ്കൾ പറയുന്നു, വാർത്തകൾ വന്നിരുന്നതാണ്. അപ്പോൾ താങ്കൾ ഇനി BJP-യിൽ പ്രവർത്തിക്കുമ്പോഴും ഇതേ മനോഭാവത്തോടു കൂടിയാണോ ആളുകളോട് ഇടപഴകുക? ഒരിക്കലുമല്ലല്ലോ. എന്റെ ബ്രദർ, ഞാനൊരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസിൽ 40-40 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ പറയാം, ഒരു വെള്ളപ്പൊക്ക സമയത്ത് KPCC അനൗൺസ് ചെയ്ത 1000 വീടിൽ ഒരു വീടിന്റെ 5 ലക്ഷം കൊടുത്ത ആളാണ് ഞാൻ. ഏറ്റവും ആദ്യം ആ പൈസ ഞാനാണ് കൊടുത്തത് KPCCക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊക്കെ സാമൂഹിക സേവനം നടത്തുന്ന ഒരാളാണ്. നമ്മൾക്കിപ്പോ ഇതെല്ലാം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ചെയ്യാറില്ല. കഴിയുന്ന പരമാവധി സഹായങ്ങൾ പാവങ്ങൾക്കും. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. മനസ്സിലായില്ലേ? ഞാൻ പണി ചെയ്ത് ജോലി ചെയ്ത് നമ്മെ രക്ഷപ്പെട്ടത് കൊണ്ട് ചെറിയ സഹായം നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാവർക്കും ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. KPCCക്ക് പോലും 5 ലക്ഷം രൂപ ഞാൻ കൊടുത്ത ആളാണ്. മനസ്സിലായില്ലേ? KPCCയുടെ 1000 വീട് വെച്ചതിൽ. അപ്പൊ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ഒളിച്ചോടുന്നതല്ല. എനിക്കതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രോമിസും കൊടുത്തിട്ടില്ല. പക്ഷെ എൻ കെ സുധീർ, അങ്ങ് ഒരു കാര്യം പറഞ്ഞു, അവിടെ വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് അത് പൂർത്തിയാക്കാതിരുന്നിട്ടുണ്ടാവുക. അതിൽ കയറി പിടിക്കണ്ടെന്നേ. പിന്നെ എന്താ വേണ്ട, വോട്ട് കിട്ടണ്ടേ? എന്താ താങ്കൾ അങ്ങനെ പറഞ്ഞ കാര്യം? വോട്ട് കിട്ടണമല്ലോ. എന്തെങ്കിലും ഒരു സഹായം ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം എന്നുള്ളതല്ലേ നിങ്ങളെല്ലാവരും പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ? സംഭവം എല്ലാം ശരിയാണ്. അതൊക്കെ പ്രാക്ടിക്കൽ ആവണ്ടേ ഇതെല്ലാം? അപ്പൊ പ്രാക്ടിക്കൽ അല്ലേ പൊളിറ്റിക്സ്? പ്രാക്ടിക്കലൊക്കെയാണ് പൊളിറ്റിക്സ്. ഞാൻ പറഞ്ഞത് ആ ഒരു സഹായം അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സഹായത്തിന് തിരിച്ച് അദ്ദേഹത്തിന് ഒന്നും കിട്ടില്ല. അല്ല, അങ്ങ് പറയുന്നത് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാം, ജയിച്ചില്ലെങ്കിൽ അതൊന്നും നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെ വിശ്വസിക്കണം? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒരു പാലം ഇട്ടാൽ 2 ഭാഗത്തേക്ക് അതിന്റെ ഇത് ഉണ്ടാവണം. അല്ലാണ്ട് ഒരു 1 സൈഡ് മാത്രമായി പോകരുത്. ആ പ്രദേശത്ത് നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. ഈ 12 വീടും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. ഇതിൽ എന്റെ ഇടയിൽ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 3-4 മാസം മുമ്പായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വേർപെട്ടു. പിന്നെ അതിനകത്ത് ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു പ്രൊമോഷൻ ആർക്കും കൊടുത്തിട്ടില്ല. അവിടെ ആ സമയത്ത് അവിടെ മത്സരിച്ചിരുന്ന അൻവറിന്റെ കാൻഡിഡേറ്റായി സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന ശ്രീ എൻ കെ സുധീറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്.